ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. UGC നെറ്റ് അറബിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളെയാണ്, റഷീദ് സലീം അൽ ഖൂരി. വെറുതെ കുറേ വിവരങ്ങൾ പഠിച്ചു പോവുകയല്ല, നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു കഥ കേൾക്കുന്നത് പോലെ യാത്ര ചെയ്യാം. അദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട വിളിപ്പേരുകളുണ്ടായിരുന്നു. ഒന്ന് അൽ ഷായറുൽ ഖറവി, അതായത് ഗ്രാമീണ കവി. മറ്റൊന്ന് ഷായറുൽ ഉറൂബ, അതായത് അറബ് ദേശീയതയുടെ കവി. ഒരേ ആൾക്ക് എങ്ങനെയാണ് ഈ രണ്ടു പേരുകളും ഒരുപോലെ ചേർന്നത്? ഇതിന്റെ ഉത്തരം നമുക്ക് ഈ വിശകലനത്തിലൂടെ കണ്ടെത്താം, അല്ലേ? അപ്പോ ആരായിരുന്നു ഈ പ്രശസ്തനായ കവി? എവിടെ നിന്നാണ് അദ്ദേഹം വരുന്നത്? നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതകഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. പൂർണ്ണമായ പേര് റഷീദ് സലീം അൽ ഖൂരി. അദ്ദേഹം 1887 ലെബനാനിലെ ബർബാറ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. മരണം 1984. ഈ വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അറബ് ലോകം വലിയ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചതും എഴുതിയതും. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ച ഒരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്വന്തം നാട്ടിൽ നിന്നും തികച്ചും അപരിചിതമായ ഒരു പുതിയ ലോകത്തേക്കുള്ള ഒരു പറിച്ചുനടൽ. അപ്പൊ നോക്കൂ, 1887 ലെബനാനിൽ ജനിച്ചു. ചെറുപ്പത്തിൽ ഒരു 7 വർഷത്തോളം അവിടെ അധ്യാപകനായി ജോലി ചെയ്തു. അതിനുശേഷമാണ് 1913 തന്റെ സഹോദരൻ ഖൈസറിന്റെ കൂടെ ബ്രസീലിലേക്ക് കുടിയേറുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ ആ മാറ്റം. ലെബനാനിലെ പരിചിതമായ ഗ്രാമങ്ങളിൽ നിന്ന് ബ്രസീലിലെ തിരക്കേറിയ നഗരങ്ങളിലേക്ക്. എപ്പോഴും അറബി സംസാരിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്ന് പോർച്ചുഗീസ് പഠിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്. അതൊരു പുതിയ ലോകം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഈ പ്രവാസ ജീവിതം, അറബിയിൽ ഇതിനെ മഹജർ കാലമെന്ന് പറയും, അതൊട്ടും ചെറുതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സാഹിത്യജീവിതത്തെ പൂർണ്ണമായി രൂപപ്പെടുത്തിയ ഒരു നീണ്ട, വളരെ നിർണായകമായ കാലഘട്ടമായിരുന്നു അത്. എത്ര വർഷമെന്നറിയാമോ? 45 വർഷം. അതെ, അത്രയും കാലമാണ് അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ നിന്ന് അകന്ന് ബ്രസീലിൽ ജീവിച്ചത്. ബ്രസീലിലെ അദ്ദേഹത്തിന്റെ ജീവിതം ഒരു വളർച്ചയുടെ കഥയാണ്. അവിടെയുള്ള അറബി സ്കൂളുകളിൽ അധ്യാപകനായി തുടങ്ങി, പിന്നെ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. അവിടെ നിന്നും പതുക്കെ സാഹിത്യ ലോകത്തേക്ക് വന്നു. റാബിത എന്ന മാഗസിന്റെ എഡിറ്ററായി. അവസാനം 1958 അൽ ഉസ്ബത്തുൽ അന്തലിസിയ എന്ന വലിയ സാഹിത്യ സംഘടനയുടെ പ്രസിഡന്റ് വരെയായി അദ്ദേഹം വളർന്നു. ശരി, ഇനി നമുക്ക് ആ രസകരമായ കഥയിലേക്ക് വരാം. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഗ്രാമീണ കവി എന്ന ആ പേര് കിട്ടിയത്? അതിനു പിന്നിലൊരു കഥയുണ്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രം ഖുസ്തൻദീൻ അൽ ഹദ്ദാദ് എന്ന ഒരു സാഹിത്യ നിരൂപകനാണ്. തുടക്കത്തിൽ അദ്ദേഹം റഷീദ് അൽ ഖൂരിയുടെ കവിതകളെ വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെയിരിക്കെ തന്റെ ഒരു ലേഖനത്തില് ഹദ്ദാദ് റഷീദ് സലീം അൽ ഖൂരിയെ വിശേഷിപ്പിക്കാനായി അൽ ഷായറുൽ ഖറവി, അതായത് ഈ ഗ്രാമീണ കവി എന്നൊരു പ്രയോഗം ഉപയോഗിച്ചു. സാധാരണഗതിയിൽ നമുക്ക് ദേഷ്യം വരും, അല്ലേ? പക്ഷേ ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. ആ പ്രയോഗം വായിച്ച കവിക്ക് ദേഷ്യം വന്നില്ല. പകരം അദ്ദേഹത്തിന് ആ വിശേഷണം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അത് സന്തോഷത്തോടെ തന്റെ പേരായി സ്വീകരിച്ചു. അങ്ങനെ ഏകദേശം അരനൂറ്റാണ്ടോളം വിദേശത്ത് ജീവിച്ച ശേഷം അദ്ദേഹം ലെബനാനിലേക്ക് മടങ്ങിയെത്തി. അറബി സാഹിത്യത്തിൽ തന്റേതായ ഒരിടം ഉറപ്പിച്ച ശേഷമായിരുന്നു ആ മടക്കം. അദ്ദേഹം മടങ്ങിയെത്തുന്നത് 1958 ആ വർഷത്തിന് ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. സിറിയയും ഈജിപ്തും തമ്മിൽ ഐക്യത്തിലായിരുന്ന ഒരു അറബ് ദേശീയതാബോധം കത്തിനിന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇനി ഈ കാണുന്ന പേരുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. റഷീദിയാത്ത്, അൽ ഖറവിയാത്ത്, അൽ ആഴ്സീർ, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ സാഹിത്യയാത്രയിലെ നാഴികക്കല്ലുകളാണ്. ഈ പേരുകളും പ്രസിദ്ധീകരിച്ച വർഷങ്ങളും തീർച്ചയായും ഓർത്തുവെക്കണം. അവസാനം
1984 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ കവിതകളും ചിന്തകളും ഇന്നും അറബ് സാഹിത്യത്തിൽ ജീവിക്കുന്നു. അപ്പൊ നമുക്ക് ഈയൊരു ചിന്തയോടെ അവസാനിപ്പിക്കാം. എങ്ങനെയാണ് നീണ്ട 45 വർഷത്തെ പ്രവാസ ജീവിതം, അതായത് സ്വന്തം നാട്ടിൽ നിന്നുള്ള അകൽച്ച, വിരോധാഭാസമായി അദ്ദേഹത്തെ അറബ് ദേശീയതയുടെ കവി എന്ന നിലയിൽ കൂടുതൽ ശക്തനാക്കിയത്? ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. റഷീദ് സലീം അൽ ഖൂരിയുടെ ജീവിതത്തിലേക്കും കൃതികളിലേക്കുമുള്ള ഈ യാത്രയിൽ ഒപ്പം ചേർന്നതിന് നന്ദി. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.